ലെജൻഡ്സ് ക്രിക്കറ്റ് ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കമാകുന്നു. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ പാകിസ്ഥാനാണ് എതിരാളികൾ. ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെ ഞായറാഴ്ചയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് ചേർത്തത്. മനീഷ്, കായിക പ്രേമികളെ സംബന്ധിച്ച് ഇന്ന് അവർക്ക് ആവേശം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. ലക്ഷ്മി, തീർച്ചയായും. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ഈ 90 കിഡ്സും അതുപോലെ തന്നെ 2K കിഡ്സും ഒക്കെ ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 90 കിഡ്സിൻ്റെയൊക്കെ ഒരു എപ്പോഴുമുള്ള ഓർമ്മകളാണ് നിലവിലിപ്പോൾ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഈ ലെജൻസ് എന്ന് പറയുന്നത്. ഇക്കുറി നിരവധി താരങ്ങൾ കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ചുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് നേരിടുക പാകിസ്ഥാനെയാണ്. ഇയാൻ മോർഗനാണ് ഇംഗ്ലണ്ടിനെ നയിക്കുന്നത്. ആ ഇംഗ്ലണ്ട് ടീമിൽ അലിസ്റ്റർ കുക്ക് അടക്കമുള്ള അവരുടെ ഇതിഹാസ താരങ്ങളൊക്കെ തന്നെയുണ്ട്. പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു താരനിര തന്നെയാണ് അവർക്കുള്ളത്. ഈ അഫ്രീദിയാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസ്ബാഉൽ ഹക്കും യൂനിസ് ഖാനും അടക്കമുള്ള നിരവധി താരങ്ങൾ പാകിസ്ഥാനൊപ്പം ടീമിലുമുണ്ട്. കഴിഞ്ഞ വർഷം ലെജൻസ് കിരീടം നേടിയത് ഇന്ത്യൻ ടീമാണ്. ഇന്ത്യയായിരുന്നു കിരീടം സ്വന്തമാക്കിയത്. ഇക്കുറിയും ഇന്ത്യ കിരീടം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഇറങ്ങുന്നത്. ഇന്ത്യയെ നയിക്കുന്നത് യുവരാജ് സിംഗ് ആണെങ്കിൽ ഇന്ത്യൻ ടീമിൽ സുരേഷ് റെയ്നയും അതുപോലെ തന്നെ ശിഖർ ധവാനും അടക്കമുള്ള നിരവധി താരങ്ങളുണ്ട്. ഏറ്റവും അവസാനം വിരമിച്ച പീയൂഷ് ചൗള അടക്കമുള്ള നിരവധി താരങ്ങൾ ഇന്ത്യയുടെ ടീമിലുണ്ട്. പഠാൻ സഹോദരന്മാരടക്കമുള്ള നിരവധി താരങ്ങളാണുള്ളത്. പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഈ ഒരുപാട് താരങ്ങൾ, അതായത് ഈ ഏറ്റവും അവസാനമുള്ള സായിദ് അജ്മൽ അടക്കമുള്ള ഒരുപാട് താരങ്ങളും അണിനിരക്കുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഇക്കുറി AB ഡിവിലിയേഴ്സും അതുപോലെ തന്നെ ഹാഷിം അംലയും ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ടീമിൽ പൊള്ളാർഡും അതുപോലെ തന്നെ ബ്രാവോയും ഈ രണ്ട് താരങ്ങളും കൂടി ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. നേരത്തെ മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യയാണ് കിരീടം നേടിയത്. അത് സച്ചിൻ നയിച്ച ടീമാണ് അവസാനം ഓസ്ട്രേലിയയെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ലെജൻസ് ലീഗിലും സച്ചിൻ ഉണ്ടാകുമെന്നൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് സച്ചിൻ ഈ മത്സരത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു ചെറിയ നിരാശ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രിയ താരങ്ങളായ യുവരാജ് സിംഗും അതുപോലെ തന്നെ ശിഖർ ധവാനും സുരേഷ് റെയ്നയും ഇർഫാൻ പഠാനും യൂസഫ് പഠാനും അടങ്ങുന്ന വലിയൊരു താരനിര തന്നെ ഇറങ്ങുന്നതിൻ്റെ ഒരു ആവേശം തന്നെയാണുള്ളത്. എന്തായാലും ഇന്ന് രാത്രി 9 മണിക്കാണ് ഈ മത്സരം ആരംഭിക്കുക. ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിലുള്ളതാണ് ആദ്യ മത്സരം. ഇന്ത്യ ഈ മത്സരത്തിൽ ഇറങ്ങുന്നത് ഞായറാഴ്ചയാണ്. എല്ലാ കാലത്തും എപ്പോഴത്തെയും പോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ പോരാട്ടം അത് ഏത് കായിക ഇനത്തിലെടുത്താൽ പോലും അത് വലിയ ആവേശം നേരുന്നതാണ്. എന്തായാലും ഈ വാർത്തകളുടെ എല്ലാ സമഗ്ര വിവരങ്ങളും ന്യൂസ് മലയാളത്തിൻ്റെ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഉണ്ടാകും. ശ്രീലക്ഷ്മി. യെസ്, ഓക്കെ മനീഷേ, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കാൻ ഇതിഹാസ താരങ്ങളുടെ വീണ്ടും നേർക്കുനേർ എത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇപ്പോൾ മനീഷ് ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളൊക്കെ എത്തിച്ചത്.